മക്കൾ ആഗ്രഹം പോലെ തന്നെ ഗൾഫിലെത്തിയല്ലോ. പക്ഷെ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പറ്റൂ. ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച ഗൾഫിലെത്തിയല്ലോ. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏതെങ്കിലും കാലം ഗൾഫിലിങ്ങ് വരുമെന്ന്. ശരിക്കും എന്നാ സുരേഷേ സംഭവോ? അതിഞ്ചോട് ഞാൻ പറഞ്ഞതല്ലടാ സുലൈമാനെ. നീ പറഞ്ഞിക്കേ, പക്ഷെ എനിക്ക് ശരിക്കും ഒന്നങ്ങ് മനസ്സിലാക്കില്ല. അതെനിക്ക് മനസ്സിലായിക്കില്ല സുലൈമാനെ. അത് കഴിഞ്ഞ ആഴ്ച കടലിൽ മുങ്ങിപ്പോയ ഒരു കുട്ടീനെ സുരേഷ് ഏട്ടൻ സാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇതറിഞ്ഞ ഇവിടുത്തെ ഷെയ്ക്ക് സുരേഷ് ഏട്ടൻ അഭിനന്ദിക്കുകയോ എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഫാമിലിയോടെ ഗൾഫിൽ അടിച്ചു പൊളിച്ചോന്നുള്ള ഓഫർ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ എനക്ക് മനസ്സിലായിക്കേ, പിന്നെ എന്താടാ നിനക്ക് മനസ്സിലാകാത്തത്? അപ്പോൾ നിന്റെ ജോലിയോ? അതെനക്ക് കമ്പനിക്കാർ ഒരാഴ്ചത്തേക്ക് ലീവ് തന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഗൾഫിൽ വരാനുള്ള ഓഫർ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച ഇവിടെ അടിച്ചു പൊളിക്കാം. ഹായ് ഹായ്. അപ്പോൾ നിന്റെ ഇന്റർവ്യൂ അപ്പാ? അത് വൈകുന്നേരം. എന്ത് ഇന്റർവ്യൂ? ഇവനാ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ചാനൽക്കാരുടെ ഇന്റർവ്യൂ ഉണ്ട് ഇന്ന് വൈകുന്നേരം. ഓ അങ്ങനെ. മമ്മി എന്താ പിങ്കി? വാ മമ്മി, നമുക്ക് കടലിൽ നിന്ന് കളിക്കാം. ഓ ഞാനില്ല, നിങ്ങൾ കളിച്ചോ മക്കളെ. ഡി പിങ്കി. എന്താ ആൻറ്റി? നീ ഇങ്ങോട്ട് വാ. ഇന്നാ നീ എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. ഇത്രയും നേരം നിങ്ങളെ ഫോട്ടോ തന്നെയല്ലേ എൻ്റെ എടുത്തത്? എന്ത് പറയാനാ, അതൊന്നും ശരിയായിക്കില്ല. ഇനി നല്ല വൃത്തിയിൽ എൻ്റെ നല്ല മുഞ്ചുള്ള ഫോട്ടോ അങ്ങ് എടുക്ക്. അതുണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റൂ. എന്ത്? ഒന്നുമില്ല ആൻറ്റി. ഇന്നാ ഇനി സെൽഫി എടുക്ക്. സെൽഫി എടുക്കുന്നുണ്ടേ, നിങ്ങൾ ചിരിച്ചോളേ. നീ എന്തിനാ ഫോട്ടോത്തില്? എന്നെ ഒറ്റക്കുള്ള സെൽഫി എടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? ഒറ്റക്കുള്ള സെൽഫിയാ ആൻറ്റി? ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോത്തിനെ സെൽഫി എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒറ്റക്കുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്ക്. ഒറ്റക്കുള്ള ഗ്രൂപ്പ് ഫോട്ടോ വല്ലാത്ത ആൻറ്റി എന്നെ. നീ എന്നെങ്ങനെ പെറുപിറുക്കുന്നേ? നീ ഒന്ന് വേഗം എൻ്റെ ഫോട്ടോ എടുത്തേ. എന്നാ ആൻറ്റി ഇത്ര വലിയ തിരക്ക്? എനക്ക് തിരക്ക് തന്നെയാ. ഈ ഫോട്ടോ എടുത്തിട്ട് വേണം എനക്കൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ. വാട്സപ്പ് ഗ്രൂപ്പിലാ? ഇത് ആരെ കാണിക്കാനാ? അതാ കതീഷും പാത്തൂട്ടിയെല്ലാം കാണട്ടെ എൻ്റെ ഗൾഫിലുള്ള ഫോട്ടോസ്. അവരെ കാണിക്കാനാണോ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുന്നത്? എല്ലാവരും കാണട്ടെ, കുറച്ച് ഗമയല്ലേ. ഗ്രൂപ്പിലിട്ടിട്ട് ഞാൻ ഫോട്ടോ ടാറ്റാസിൽ വെക്കണേ. ടാറ്റാസ് അല്ലേ ആൻറ്റി, സ്റ്റാറ്റസ്. ഏടെങ്കിലും ഇഞ്ഞൊന്ന് വെക്ക്, എല്ലാവരും ഒന്ന് കാണട്ടെ. എന്നാ ശരി ആൻറ്റി, ഒന്ന് വൃത്തിയിൽ നിൽക്ക്, ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്തുതരാം. എടുത്തോ. ഇനി ഈ മോഡൽ എടുക്ക്. ഇതേതാ മോഡൽ? ഇനി ഇത് ഇതെല്ലാം എന്നാ ആൻറ്റി? ഇതെല്ലാം മോഡൽ തന്നെ, എനിക്ക് നല്ലോണം ഫോട്ടോയിൽ നിൽക്കുന്നറിയാം. എൻ്റെ ആൻറ്റി ഇതെല്ലാം ഒരുമാതിരി ചാണകം ചവിട്ടിയ പോലെ ഉണ്ട്. നിങ്ങൾ മര്യാദക്കൊന്ന് ഫോട്ടോയിൽ നിന്നേരുവാ? എന്നാ ഞാൻ വേറെ മോഡലിൽ നിൽക്കാം. ഇപ്പം എല്ലാവരും ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് യോയോ എന്നും പറഞ്ഞിട്ടാ ഫോട്ടോ എടുക്കല്. അതുകൊണ്ട് ഇങ്ങും എൻ്റെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്ക്. യോയോ. എൻ്റെ ആൻറ്റി നിങ്ങളൊരു മോഡൽ നിൽക്കണ്ട, നിങ്ങളൊന്ന് മര്യാദക്ക് ഫോട്ടോയിൽ നിന്നേരുവാ? ഇവക്കൊന്നും ഒരു മോഡൽ പറഞ്ഞൂടാ. ഡി പിങ്കി, നീ ഇങ്ങ് വാ. ഞാൻ വരുന്നേ. എൻ്റെ ആൻറ്റി ഒന്ന് മര്യാദക്ക് വൃത്തിയിൽ ചിരിച്ചിട്ടൊന്ന് നിന്നേരുവാ? എന്നാ അങ്ങനെ നിൽക്കാ. ഇത് മതിയാ, വേഗം അങ്ങെടുത്തോ. ഇങ്ങനെ അധികം വിളിക്കാൻ നിൽക്കണ്ട, ഫോണിന്റെ ക്യാമറ അങ്ങോട്ടിപ്പോ നിങ്ങളെ പല്ല് കുത്തിയിട്ട്. എന്നാ ഞാൻ ചിരിക്കുന്നില്ല, ഇനി ഈ ഫോട്ടോ അങ്ങെടുത്തോ. ഇന്നാ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ഫോട്ടോ വാട്സപ്പിലും പിന്നെ ആ പറ്റി ബുക്കിലും കൂടി അങ്ങ് അയച്ചേക്ക്. പറ്റി ബുക്കല്ല ആൻറ്റി, ഫേസ്ബുക്ക്. അതിപ്പോ എന്തായാലും എന്താ, ഏതെങ്കിലും ബുക്കിൽ അങ്ങ് അയച്ചേക്ക്. കുഞ്ഞാമി, പിങ്കി, നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചെത്തിരിക്കുന്ന? വേഗം വാ, ഇന്റർവ്യൂവിന്റെ സമയമായി. വരാം മമ്മി. ഡി ചക്കി, ഇക്രു, വേഗം വാ. എന്നാ ചേച്ചി? വേഗം വാ, ഡാഡിന്റെ ഇന്റർവ്യൂവിന്റെ സമയമാകാനായി. നീ എന്താ വരാതിരുന്നത്? നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തുനിന്ന് കളിക്കാൻ. അതിന് ഈ ആൻറ്റി സമ്മതിക്കണ്ടേ? ആൻറ്റീൻ്റെ ഒരു ഫോട്ടോ എടുക്കലും കൊണ്ട്. നിന്നെ കൊണ്ട് ആൻറ്റി ഫോട്ടോ എടുപ്പിച്ചിക്കോ? എന്നെ കൊണ്ട് ആൻറ്റി കുറേ ഫോട്ടോ എടുപ്പിച്ചതാ. ചേച്ചി, നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമോ? അറിയില്ല, ചിലപ്പം ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ ടി വിയിലെല്ലാം വരൂലേ? വരും. എന്താ?
ഒന്നുമില്ല, ആ പാത്തും കതീശെല്ലാം കാണട്ടെ ഞാൻ ടി വിന്ന് ഇങ്ങനെ വിലസുന്നത്. ഓ, ഞാനും അങ്ങനെ ക്യാമ്പസായി. ക്യാമ്പസ് അല്ല, ഫേമസ്. ആ, എന്തെങ്കിലും ബസ്സാകട്ടെ. ഈ ബസ്സാ? ഹായ്, എന്ത് രസമാ ഇവിടെയൊക്കെ കാണാൻ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഡീ പിങ്കി, നീ എൻ്റെ ഒരു സെൽഫി എടുത്തേ. എന്ത്? അല്ല, ഐ ലവ് യുവിന് പോകുന്നതിൻ്റെ മുന്നേ എന്നെ ഒരു ഫോട്ടോ എടുക്കാൻ. ഐ ലവ് യുവിനല്ല, ഇന്റർവ്യൂവിന്. ആ, എന്തെങ്കിലും ആകട്ടെ, ഇങ്ങനെ ഒറ്റക്കുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്ക്. എൻ്റെ ഏന്റി, നിങ്ങളെ ഫോട്ടോ ഫോണിൽ നിറഞ്ഞിക്ക്, ഇനി വേണ്ട. ആ, എന്നാ കുറച്ച് എൻ്റെ സുലൈമാനിക്കാൻ്റെ ഫോണിൽ എടുക്കാല്ലേ? വേഗം നടന്നോ ചക്കി, അല്ലെങ്കിൽ അങ്കിളിൻ്റെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ അതിൽ നിറയെ ഫോട്ടോ എടുപ്പിക്കും. ഛേ, ഫോട്ടോയിൽ നിൽക്കാൻ 2 സ്റ്റെപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അത് മറന്നു പോവുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. കുഞ്ഞാമി, മതി കണ്ടത്, ഇനി വേഗം വാ. ഡി പിങ്കി, ചക്കി, നിങ്ങളോടല്ലേ വരാൻ പറഞ്ഞത്? വേഗം വാ. അവർക്കൊന്നും കണ്ടിട്ട് മതിയാകുന്നില്ല. ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ മുങ്ങിപ്പോയ കുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ സുരേഷും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. ഹലോ സുരേഷ്, വെറൈറ്റി മീഡിയയിലേക്ക് താങ്കൾക്കും കുടുംബത്തിനും സ്വാഗതം. കൂടെയുള്ളത് ആരൊക്കെയാണ് സുരേഷ്, ഒന്ന് പരിചയപ്പെടുത്താമോ? ആ, ഇതെന്റെ ഭാര്യ രമണി, ഇതെന്റെ ഒറ്റ സുഹൃത്ത് സുലൈമാനും അവന്റെ ഭാര്യ കുഞ്ഞാമിയും. പിന്നെ അതുമൂന്നും എൻ്റെ മക്കളാണ്, പിങ്കി, ചക്കി, ഇക്രു. ഹോ, നൈസ് ഫാമിലി. ഇനി നമുക്ക് സുരേഷിൻ്റോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സുരേഷ്, എപ്പോഴാണ് താങ്കൾ കുട്ടിയെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? അത് കുട്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് രക്ഷപ്പെടുത്തിയത്. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? അത് വെള്ളത്തിൽ കീഞ്ഞിട്ട് തന്നെ. എന്നാൽ നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സുരേഷ്, താങ്കളുടെ തലസ്ഥാനം എവിടെയാണ്? തലസ്ഥാനം കഴുത്തിന്റെ മേലെ തന്നെ. വേറെ എവിടെയാ? ലോകത്തിലത്തെ എല്ലാവരും തലസ്ഥാനം കഴുത്തിന്റെ മുകളിൽ തന്നെ അല്ലേ? കുഞ്ഞാമി, നീ ഒന്ന് ബായും പൂട്ടി നിൽക്ക്. തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ തലേന്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത്? വാ ചേച്ചി, നമുക്ക് പോയി കളിക്കാം. നടക്ക്. എന്നെ സുരേഷിന്റെ ഭാര്യയോടും സുഹൃത്തിനോടുമൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കേരളത്തിലെ ഏത് ആനയ്ക്കാണ് പാപ്പാന്മാർ ഇല്ലാത്തത്? സില്ലി ക്വസ്റ്റ്യൻ, അത് കുഴിയാനൊക്കെ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, മുടി നരക്കാതിരിക്കാൻ എന്ത് ചെയ്യണം സുലൈമാനെ? തല മൊട്ടയടിച്ചാ മതി എന്നങ്ങ് പറഞ്ഞു കൊടുക്ക സുലൈമാനിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കാണുന്നത് എവിടെയാണ്? അത് രവിന്റെ മാവുമേല്. ഇതെത്രയാ മാങ്ങവന്റെ മാവുമേലുള്ളത് അല്ല സുലൈമാനിക്ക? ഹലോ, നിങ്ങൾ രവീന്റെ ശശീന്റെ വിശേഷമല്ല ഇവിടെ ചോദിക്കുന്നത്. കുറെ സമയമായാലും നിങ്ങൾ ഓരോന്ന് പറയുന്നത്. കുറച്ച് സമയം ഒന്ന് മാറി നിന്ന് തരുമോ പ്ലീസ്? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കടലിന് നടുവിൽ മാവ് നട്ടാൽ എങ്ങനെ മാങ്ങ പറിക്കും? അതൊരു കിളിയായി പറന്നു പോയിട്ട്. കിളിയായിട്ട് നിന്റെ അച്ഛൻ പറക്കുമോ? അല്ല, കടലിന് നടുവിൽ നിന്റെ അപ്പം മാവ് കട്ടിക്കാനാ? ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? അയ്യോ, ക്ഷമിക്കണം, ഇതിന് ഞാൻ സോറി പറയുന്നു, സോറി. എന്നാൽ അവരോടൊന്ന് ബായും പൂട്ടി നിൽക്കാൻ പറയുമോ? കുഞ്ഞാമി, പ്ലീസ് കുഞ്ഞാമി, ഇനിയൊന്നും അനങ്ങണ്ട, അവിടെ മുണ്ടാണ്ട് ഇരുന്നോ. നിങ്ങൾ കേരളക്കാർക്ക് നല്ല മഴ കിട്ടുമല്ലോ. അപ്പോൾ മഴയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഴയുള്ളപ്പോൾ തവളകൾ കരയുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൊടയില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറെന്തിന്? ഈ പെണ്ണുങ്ങളിൽ ആരെയും കയറ്റി വിട്ടത്? നിങ്ങൾ മാനുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മാൻ, കലമാൻ, പുള്ളിമാൻ, കസ്തൂരിമാൻ എന്ന് പറഞ്ഞ് പലതരം മാനുകളുണ്ട്. ഏത് മാനിനാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? അത് നമ്മൾ സുലൈമാൻ തന്നെ അല്ല സുലൈമാനിക്ക? നിങ്ങളെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ നാട്ടിലില്ലേ ഒരു സുലൈമാനി, ഓന്റെ കാര്യ. ഹലോ, നിങ്ങളോടല്ല ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഓ, ക്ഷമിക്കണം. നിങ്ങളെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നോ? ഇനിയുമുണ്ട്, പക്ഷേ ഞാൻ ഇനി ചോദിക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഒറ്റ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ പരിപാടി തുടർന്നോ? ഇവളെ ഇനി ഒന്നും അനങ്ങില്ല. ഡേ കുഞ്ഞാമി,
നീ ഇനി ഒന്നും മിണ്ടിപ്പോകരുത്. ഞാൻ എന്തെങ്കിലും നീ മിണ്ടുന്നത് കേട്ടാൽ നിങ്ങൾ ചോദിച്ചോ, അവൾ ഇനി ഒന്നും മിണ്ടില്ല. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എട്ടുകാലിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടാൽ അതിനെന്തു പേരിലാണ് അറിയപ്പെടുക? അത് വികലാംഗൻ തന്നെ, അല്ലാണ്ട് വേറെന്തു പേരിലാ?